ഉസ്താദുമാരുടെ സേവനം വലുതാണ്, അവർക്കുള്ള വേതനം എത്രയോ കുറവാണ്. മാനേജ്മെന്റ് ഒന്നുകൂടി ഉണരണം, പരമാവധി ചെയ്യേണ്ടതെല്ലാം നൽകണം. ഇഖ്ലാസ് ഇന്ന് വളരെ വളരെ ചുരുക്കമാ, ഏതേത് മേഖല നോക്കിയാലും വ്യക്തമാ. ഒരു ജോലി എന്നതിനപ്പുറം ഇതിനൊക്കെയും കാണേണ്ടതാണ്, കിട്ടുമപ്പോൾ നന്മയും. ഉപദേശമല്ലിത് എന്നതും ഓർത്തിടണേ, അതിനർഹനല്ല ഞാൻ പാപിയുമാണ്. വെറും 20 മിനിറ്റാണ് മദ്രസ പഠനവും, ചില കുട്ടികൾക്ക് കിട്ടലാണ് ദിവസവും. അപ്പോൾ വരും സ്കൂൾ ബസ് മദ്രസ മുമ്പില്, പിന്നീട് ഓണടി തന്നെയാണ് കേൾക്കല്. അത് തന്നെ മിക്ക ദിവസവും ലീവാണ്, സ്കൂൾ പഠനത്തിന് പോകലും പതിവാണ്. വളരെ ചുരുങ്ങിയ സമയമാണ് മദ്രസിൽ ലഭിക്കുന്നതും പഠനത്തിനായി ദിവസമിൽ. ചില കുട്ടികൾക്ക് 10 വട്ടം എങ്കിലും ഉണർത്തിക്കൊടുത്താൽ മാത്രമാണ് തിരിയലും. ഈ കുട്ടികൾക്ക് വേണ്ട പോലെ മതവിധി പഠിപ്പിക്കുവാൻ എന്താണ് പൊന്നെ പ്രതിവിധി? പഠിപ്പിക്കുവാനും വേണ്ടതല്ലേ സമയവും, ആരോട് പറയാനാണ് ഈ വക സത്യവും? ഈ കുട്ടികൾ പഠനത്തിൽ അല്പം പിന്നിലായി, അപ്പോൾ വരും പാരൻസ് വലിയ പരാതിയായി. പെട്ടെന്ന് തന്നുസ്താദിനെ മാറ്റേണ്ടതാ, കമ്മിറ്റി കൂടി പിരിക്കലും നടക്കുന്നതാ. അതബന്ന സംഗതി ഇന്ന് ഏറെ കുറഞ്ഞു പോയി, വിപരീതമായി കാണുന്നതും അതിനാതിറായി. വീട്ടിന്ന് വായന കുട്ടികൾക്കിന്നില്ല, മാതാപിതാക്കളിൽ ടൈം തീരെയുമില്ല. എല്ലാവരും വാട്സപ്പിലാണ് പൊന്നെ, സമയം കളഞ്ഞ് തീർത്തത് തന്നെ. ആവശ്യമാണ് അവയൊക്കെയും ഈ കാലമിൽ, അതിനൊക്കെ സമയം വേണ്ടതാണ് കൃത്യമിൽ. അവശ്യം അത്യാവശ്യവും ഉണ്ടെന്ന ആ വാവിനിടയിൽ നാ കൊടുക്കരുതെന്ന. ഉസ്താദിനെ കാണാൻ വരും ചില കക്ഷികൾ, ക്ലാസിന്റെ ടൈമിൽ തന്നെയാണ് ഈ കാഴ്ചകൾ. അത്യാവശ്യം കാണേണ്ടതിന് കാണണം, അല്ലാത്തതിന് ക്ലാസ് വിട്ടിട്ടാകണം. പരാതി ഉണ്ട് എങ്കിൽ നീ അറിയിക്കണം, കമ്മിറ്റിയെ കണ്ടിട്ട് വിവരം തേടണം. അതുപോലെ സദറുസ്താദിനോട് കാര്യവും അന്വേഷണം നടത്തേണ്ടതാണ് വിവരവും. ഇവയൊക്കെയാണ് നല്ല രീതികൾ പൊന്നെ, ഉണർത്തിയതാണ് ഈ വരിയിൽ അവയും തന്നെ. ഇതുപോലെയുള്ളത് ഇനിയുമുണ്ട് പാടുവാൻ, അതിനൊക്കെ സമയം വേണ്ടതാണ് കേൾക്കുവാൻ. അബുമിന്ന ജാഫർ ബാഖവി മുക്കം ഇതാ രചിച്ചിട്ട് പാടുകയാണ് പൊന്നെ ഹാക്കഥാ. പോരായ്മകൾ കാണുന്നതും ഉണർത്തിയിടണേ, കൂടാതെ നിർദ്ദേശങ്ങളും നൽകിയിടണേ. നബിക്കും സഹാബത്താലിനും നീ നിത്യമായി സ്വലാത്തും സലാമും ചൊല്ലു റബ്ബേ കാമിലായി.